രാവിലെ ഈ തൃത്താലയിലെ അവർ സ്ഥിരം എതിരാളികളാണ്. തൃത്താലയിലെ ഈ രാജേഷും ബൽറാമും. അപ്പോൾ എം പി രാജേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സമയത്ത് ബുദ്ധിജീവി പരിവേഷവും യുവാക്കൾക്കിടയിൽ ഒരു പേരും ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹം SFIക്കാരനായി പൊങ്ങി വരുന്നത് മുതൽ DYFI കഴിഞ്ഞിട്ട് ഇപ്പം മന്ത്രിയായി വരുന്നത് വരെ പാർട്ടി ഒരുപാട് പരിഗണന കൊടുത്ത ഒരു നേതാവാണ് പാലക്കാട്. കാര്യം ഞാനൊക്കെ രാഷ്ട്രീയം നിരീക്ഷിക്കും, നമ്മളൊക്കെ രാഷ്ട്രീയം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് രാജേഷിന് കിട്ടിയൊരു ഹൈപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈപ്പാണ്. അപ്പോൾ ഈ MP രാജേഷ് പാലക്കാട് MP ആയ ആളാണ്. VK ശ്രീകണ്ഠനെയൊക്കെ തോപ്പിച്ച് MP ആയതാണ്. ഏറ്റവും കൂടുതൽ പാർട്ടി പരിഗണന കൊടുത്ത ആളാണ്. ഇപ്പോൾ തൃത്താലയിൽ വീണ്ടും അദ്ദേഹം മത്സരിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ എതിരാളി കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹത്തോട് മത്സരിച്ച് തോറ്റുപോയ ബൽറാമാണ്. ബൽറാമിന് മറ്റൊരു പരിവേഷമുണ്ട്. ബൽറാം നല്ലൊരു കാർട്ടൂണിസ്റ്റ് ഒക്കെയാണ്. നല്ലൊരു കോൺഗ്രസിലെ യുവമുഖങ്ങളിൽ എടുത്തു പറയത്തക്ക ഒരു പേര് തന്നെയാണ് ബൽറാം. ബൽറാമിനെ എനിക്ക് വളരെ താല്പര്യമാണ്. ബൽറാം നല്ലൊരു കാർട്ടൂണിസ്റ്റ് ആണ്. എന്നതിനേക്കാൾ ഉപരി കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു പറയുന്ന ഒരു ആളുകൂടെയാണ്. അപ്പോൾ ഇത്തവണ ഇവർ തമ്മിലുള്ള മത്സരം തീപാറും എന്ന് തന്നെ കരുതാം. കാര്യം പ്രതിപക്ഷത്ത് കോൺഗ്രസ് 10 വർഷമായി ഭരിക്കുന്ന പാർട്ടി രണ്ടാമതൊരു ടൈമിൽ ഈ പറയുന്ന സ്പീക്കറായി ആദ്യം രാജേഷ് വരുന്നു, പിന്നീട് അദ്ദേഹം എക്സൈസ് മന്ത്രിയായി വരുന്നു. എന്ത് തോന്നുന്നു? അല്ല, സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ആദ്യം തോൽക്കാൻ പോകുന്ന മന്ത്രിമാരിൽ ഒരാൾ MP രാജേഷ് ആയിരിക്കും. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം വരുന്നത് പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന്റെ ഒരു ഇപ്പോഴത്തെ സ്ഥിതിഗതി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് PT ബൽറാമിന് അനുകൂലമായിട്ടുള്ള സ്ഥിതി തന്നെയാണ്. കാരണം നമ്മൾ അവിടേക്ക് കടന്നു നിന്ന ആളുകളോട് ഇതിനെ പാലക്കാടിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൃത്താല മണ്ഡലത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് അവര് വേർതിരിച്ച് പറയും ഇത് ഇന്ന ആൾ കൊണ്ടുവന്നു കഴിഞ്ഞ പദ്ധതിയാണ്. അതായത് VT ബൽറാമിന് അവിടെയുള്ള ആളുകൾക്ക് താല്പര്യമാണ്, അത്രത്തോളം താല്പര്യമുണ്ട്. ഇപ്പൊ MP രാജേഷിനെ സംബന്ധിച്ച് അദ്ദേഹം എക്സൈസ് മന്ത്രിയായിരുന്നു. എക്സൈസ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് എതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം 3000 വോട്ടിന്റെ 3000 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് തൃത്താലയില് തൃത്താലയിലെ MP രാജേഷ് വിജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അന്ന് അവിടെ നിലനിന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവരുടെ CPMന്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള AKGക്കെതിരെ വലിയൊരു പരാമർശം നമ്മുടെ VT ബൽറാം എന്ന് പറയുന്ന നേതാവ് പറഞ്ഞു. അതായത് ഒരു പ്രസംഗ വേദിയിൽ വെച്ച് അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഈ AKG ഒക്കെ അവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ ഒരു വിപ്ലവ നായകനായിട്ട് തന്നെയാണ് കൊണ്ടുനടക്കുന്നത്. സാധാരണപ്പെട്ട മനുഷ്യരെ, അതായത് തൃത്താല മണ്ഡലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ട തന്നെ ആയിരുന്നു. അവിടെ നിന്നാണ് VT ബൽറാം എന്ന് പറയുന്ന നേതാവ് വിജയിച്ച് വികസനങ്ങൾ കൊണ്ടുവന്നത്. വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന വികസനങ്ങൾ തുടങ്ങിയാണ്. അദ്ദേഹം എപ്പോഴും ഒരു പൈപ്പിന്റെ മുന്നിൽ ചെന്ന് പൈപ്പിൽ വെള്ളം തുറന്നു വെച്ച്, അതൊക്കെ CPM ഒരുപാട് ആക്ഷേപിച്ച കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ അടിസ്ഥാനപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് കുടിവെള്ളം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. പാലക്കാട് പ്രത്യേകിച്ച് അപ്പൊ ഏറ്റവും ചൂടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കുടിവെള്ളം എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അത് അവരുടെ ഒരു അഭിമാന നേട്ടമാണ്, അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് AKGക്കെതിരെ വലിയൊരു പരാമർശം നടത്തുന്നു. അദ്ദേഹം സമരങ്ങളിലൊന്നും അധികം പങ്കെടുത്തില്ല, അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നു. അത് CPM ഏറ്റെടുക്കുന്നു. സാധാരണപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ വരെ, അതായത് VT ബൽറാമിന് വോട്ട് കൊടുത്തുള്ള CPM അനുഭാവം നേരത്തെ ഉണ്ടായിരുന്ന ആളുകളുടെ മനസ്സിൽ വരെ ഒരു വിഷമം ഉണ്ടാക്കിയെന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായിട്ട് വോട്ടുകളായിട്ട് പരിണമിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ടാണ് 3000 വോട്ടിന് കഴിഞ്ഞ തവണ അദ്ദേഹം കഷ്ടിച്ച് ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഇത്തവണ അത് ഉണ്ടാവില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ അത് കഴിഞ്ഞു. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായി ആരായിരുന്നു VT ബൽറാം എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു മന്ത്രിയൊന്നും ആയിരുന്നില്ല VT ബൽറാം എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം MP രാജേഷ് എന്ന് പറയുന്നത് CPMന്റെ മന്ത്രിസഭയിലെ മന്ത്രിയാണ്, ഒരു സ്പീക്കറായിട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ് എന്ന് എടുത്തു വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണിക്കാനില്ല. അദ്ദേഹത്തിന് എടുത്തു വെച്ച് കാണിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ VT ബൽറാമിന് അനുകൂലമായിട്ട് തൃത്താല പോകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം പാലക്കാട്ടെ സംബന്ധിച്ച് പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയം വേറൊരു രീതിയാണ്. പാലക്കാട് സ്വാഭാവികമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നെങ്കിൽ പോലും അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ല രാഹുൽ, ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ രാഹുൽ പറഞ്ഞ മാറ്റം എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഇവർക്ക് ഈ പറയുന്ന ജനങ്ങൾക്ക് MP രാജേഷ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖങ്ങൾക്ക് ഇവർക്കൊരു പരിവേഷം ഉണ്ടാകും. അത് ജനങ്ങൾ കൽപ്പിച്ചു കൊടുക്കും ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന്. അത്തരത്തിൽ കിട്ടിയ ഒരു സാത്വിക മുഖം MP രാജേഷിനുണ്ടായിരുന്നു. അത് കള്ളമാണെന്ന്, അദ്ദേഹത്തിന്റെ ഇത് വെറും മുഖമൂടിയാണെന്ന് അദ്ദേഹം എക്സൈസ് മന്ത്രി ആയപ്പോഴാണ് ജനത്തിന് മനസ്സിലായത്. കാരണം അവിടെ ഈ പറയുന്ന രീതിയിൽ ബ്രൂവറി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു.
നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബംഗാളിൽ എങ്ങനെയാണ് ഭരണം പോയെന്ന് അറിയാമല്ലോ. ബംഗാളിൽ ഇത്തരത്തിൽ അവിടുന്ന് ജനങ്ങളെ ഇറക്കിവിടത്തക്ക രീതിയിലുള്ള ബംഗാളിലെ പ്രവർത്തനങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ പാലക്കാട് ബ്രൂവറി കൊണ്ടുവരാനായി ശ്രമിച്ച എക്സൈസ് മന്ത്രി ആയിരുന്ന MP രാജേഷിന്റെ മുഖവും ഈ പറയുന്ന കമ്പനികൾ, ഈ പറയുന്ന ബ്രൂവറി അവിടെ കൊണ്ടുവന്ന കമ്പനികൾ ഏതാണ്, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ എതിരെ ആക്ഷേപം വന്നതും ജയിലിലടച്ചതും അദ്ദേഹത്തിനെതിരെ കേസുണ്ടായതും അവിടെ ജലലഭ്യതയ്ക്ക് വളരെ മോശമായ രീതിയിൽ കോട്ടം തെറ്റുന്ന രീതിയിലാണ് ഈ കമ്പനികളുടെ പ്രവർത്തനത്തിലേക്ക് പോയത്. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയപ്പോൾ ഏറ്റവും മോശമായ രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ് MP രാജേഷ്. രണ്ട്, ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹം MP ആയിരുന്നപ്പോൾ വാളയാർ കേസ് ഓർമ്മയുണ്ടല്ലോ. ഈ വാളയാർ കേസിൽ അതിലെ പ്രതികൾ എന്ന് പറയുന്നത് CPM ബന്ധമുള്ളവരാണ്. അതിനെ ഇവർക്ക് ബന്ധമുള്ള ആൾക്കാർ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ പ്രതികളാകുമ്പോൾ മൂടി വയ്ക്കുന്ന നിലവാരം കുറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരന്റെ മുഖമാണ് നമ്മൾ അവിടെ MP രാജേഷ്. ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു, കൃത്യമായിട്ട് നമ്മളത് കണ്ടതാണ്. അതിനപ്പുറം ഇദ്ദേഹം MP ആണ് അവിടെ, അതിനുള്ള മറുപടി അല്ലേ? അതെ, അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും അവിടെ ഏറ്റവും ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം ഒന്ന് AKG ആയിരുന്നു, മറ്റൊന്ന് അദ്ദേഹത്തിന് VT ബൽറാമിന്റെ ഭാര്യയ്ക്ക് അനധികൃതമായിട്ട് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് അധ്യാപികയാണ് അവര്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ചർച്ചാ വിഷയത്തിന് ഒടുവിൽ ജനങ്ങൾ ഏറ്റെടുത്ത MP രാജേഷിനെ ആയിരുന്നു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തൃത്താലയിൽ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിന്നതാണ് ഇത്തവണ. അതെ, അദ്ദേഹം മാറി നിൽക്കാൻ പരമാവധി ജനം പാലക്കാട് ഇദ്ദേഹത്തിന് അളന്നു കഴിഞ്ഞു. എന്താണ് MP രാജേഷ് എന്ന് ജനം അളന്നു കഴിഞ്ഞു. അതെ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതായത് റിസൾട്ട് വരുമ്പോൾ ആദ്യം തോൽക്കാൻ പോകുന്ന മന്ത്രിമാരിൽ, MLA-മാരല്ല, CPM-ന്റെ നിലവിലത്തെ മന്ത്രിമാരിൽ ആദ്യത്തെ ഒരാള് ഇദ്ദേഹം തന്നെ ആയിരിക്കും. നമ്മൾ ബാലഗോപാലിന്റെ കാര്യം പറഞ്ഞെങ്കിൽ രണ്ടാമത് ഇദ്ദേഹത്തിന്റെ പേര് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അവിടെയുള്ള ഒരു ജനകീയ മുഖം ഉണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ബുദ്ധിജീവികളിലെ ഒരാളാണ്. CPM-ലെ P രാജീവിനെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ VT ബൽറാം കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങളെ കവച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു മന്ത്രിയാണ്. മന്ത്രിമാർക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരുപാട് വികസന പദ്ധതികളുണ്ട്. ഒന്നാമത് CPM-ന്റെ മന്ത്രിസഭയാണ് ഭരിക്കുന്നത്. CPM-ന്റെ മന്ത്രിയാണ്. എക്സൈസ് മന്ത്രി എന്ന രീതിയിൽ രാഹുൽ പറഞ്ഞ ഒരു മന്ത്രിയാണ്, അതേ എക്സൈസ് മന്ത്രിയാണ്. ഇവരുടെ നയത്തിന് വിപരീതമായിട്ട് എക്സൈസ് വകുപ്പിൽ മാറ്റങ്ങൾ വരുത്തിയത് കണ്ടല്ലോ. ഇവർ മദ്യനയങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? സ്വന്തമായിട്ട് മദ്യം അവർ ഉത്പാദിപ്പിക്കുന്നു, എന്നിട്ട് ആ മദ്യത്തിന് ഒരു പേര് നിർദ്ദേശിക്കാനായി നമ്മളെ സമൂഹത്തിലേക്ക് അതായിരുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? അല്ല, ഇവര് 2016 പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. LDF വരും, എല്ലാം ശരിയാകും. അതേപോലെ തന്നെ മദ്യനയത്തിന് വേണ്ടിയിട്ട്, മദ്യനയമല്ല മദ്യവർജനമാണ് വേണ്ടത്, കള്ളം പറയുന്നവരെ തിരിച്ചറിയുക എന്നുള്ള എത്രയോ പരസ്യങ്ങൾ ഉണ്ടാക്കി തരാം. എന്നിട്ട് ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത്, ഈ ഭരണം തീരാറാകുമ്പോൾ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത്. ബാറുകൾ ഇപ്പോൾ രാത്രി 12 മണി വരെ. അതൊക്കെ ഇദ്ദേഹം തന്നെയല്ലേ മന്ത്രി? ഈ MP രാജേഷ് അല്ലേ മന്ത്രി? അല്ലെ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്. ഇവിടെ മദ്യ നിരോധനം വേണമെന്ന് പറഞ്ഞൊരു മന്ത്രിസഭ ഒരു തീരുമാനം കൊണ്ടുവരുന്ന സമയത്ത് അതായത് മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് വേണ്ടത്. അങ്ങനെ പെട്ടെന്നൊന്നും നിർത്താൻ കഴിയില്ല. പെട്ടെന്ന് നിർത്താൻ കഴിയാത്തതുകൊണ്ട് എന്താ, മൂലയ്ക്ക് ഓരോ ബാറുകൾ ഇട്ട് കൊടുത്തു. ബാർ മാത്രമല്ല, ബിവറേജ് ഔട്ട്ലെറ്റ് എത്രയാ കൂട്ടിയത്? അതെ, എത്ര ബിവറേജ് സ്വന്തമായിട്ട് മദ്യപാനികൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായി മദ്യം വരെ ഉണ്ടാക്കിയില്ലേ? മദ്യത്തിന് പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞില്ല. അതൊക്കെ ആരും MP രാജേഷ് അല്ലേ? മിന്നൽ മാജിക്. അതെ, ഏതായാലും മിന്നൽ മാജിക് അദ്ദേഹം മന്ത്രിയായപ്പോ അദ്ദേഹത്തിന്റെ വോട്ടിലോ ആ മിന്നല് എന്താണെങ്കിലും പ്രകടിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം.